വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. എല്ലാം തയ്യാറായി കഴിഞ്ഞു. നാളെ രാവിലെ ധ്യാനത്തിനായി ഞങ്ങൾ ക്രാക്കോവിലേക്ക് പോകുകയാണ്. ഈ 5 മാസം അവിടുന്ന് എന്നിൽ വർഷിച്ച എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയാൻ ഞാനിന്ന് ചാപ്പലിൽ പ്രവേശിച്ചു. മഠാധികാരികളിൽ നിന്ന് ലഭിച്ച പരിപാലനകളെക്കുറിച്ചും കൃപകളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഞാൻ വികാരാധീനയായി. എൻ്റെ മകളെ, സമാധാനമായിരിക്കുക. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. കുമ്പസാരക്കാരനിലൂടെയും മഠാധികാരികളിലൂടെയും ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. എന്നോട് സംസാരിക്കുന്ന രീതിയിൽ നിഷ്കളങ്കമായും വിശ്വാസത്തോടെയും ഫാദർ ആൻഡ്രാഷിനോട് സംസാരിക്കുക. 1933 ഏപ്രിൽ 18 ഞങ്ങൾ ഇന്ന് ക്രാക്കോവിലെത്തി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആദ്യ പടികൾ വെച്ച സ്ഥലത്ത് വീണ്ടും എത്തിച്ചേർന്നപ്പോൾ ഞാൻ സന്തോഷവതിയായി. പ്രിയ മഠാധിപ മേരി ജോസഫ് എപ്പോഴും അങ്ങനെ തന്നെ, സന്തോഷവതിയും സഹോദര സ്നേഹം നിറഞ്ഞവളും. ഞാൻ ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ചു. എൻ്റെ ആത്മാവ് ആനന്ദത്താൽ നിറഞ്ഞു. ഞാനിവിടെ നോവിസായിരുന്നപ്പോൾ ലഭിച്ച കൃപാസമൃദ്ധിയെ ഒറ്റ നിമിഷം കൊണ്ട് ഓർത്തുപോയി. 1 മണിക്കൂർ സമയത്തേക്ക് നൊവിഷ്യേറ്റ് സന്ദർശനത്തിനായി ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി. മഠാധിപ മേരി ജോസഫ് ഞങ്ങൾക്കൊരു ചെറിയ ഉപദേശം തന്നു. ധ്യാനത്തിൻ്റെ കാര്യപരിപാടിയെപ്പറ്റി ഏകദേശ രൂപം നൽകി. ഈ വാക്കുകൾ അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രിയ മദർ ഞങ്ങൾക്കു വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ കൺമുമ്പിൽ വന്നു. എനിക്ക് അവരോട് വലിയ കൃതജ്ഞത തോന്നി. നൊവിഷ്യേറ്റിലായിരിക്കാൻ അവസാനമായി ലഭിക്കുന്ന അവസരമാണല്ലോ എന്നോർത്തപ്പോൾ വിഷമം തോന്നി. ഇനി ഞാൻ ഈശോയോട് കൂടെ യുദ്ധം ചെയ്യണം, ഈശോയോട് കൂടി പ്രവർത്തിക്കണം, സഹിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോയോട് കൂടി ജീവിക്കണം, മരിക്കണം. എന്നെ പഠിപ്പിക്കാൻ മഠാധിപ എൻ്റെ അരികിലുണ്ടായിരിക്കുകയില്ല. എനിക്ക് മുന്നറിയിപ്പ് തരാനോ ഗുണദോഷിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ശകാരിക്കാനോ ഉണ്ടാവുകയില്ല. തനിയെ ആകുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു. ഈശോയെ, ഇതിനെന്തെങ്കിലും ചെയ്യുക. എനിക്കെപ്പോഴും ഒരു മേലധികാരി ഉണ്ടായിരിക്കുമെന്നത് ശരി തന്നെ. എന്നാൽ ഇപ്പോൾ ഞാൻ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം.